സംരംഭനെ സംബന്ധിച്ച് അദ്ദേഹം ലോൺ എടുക്കേണ്ട ഒരു ആവശ്യകത അതെപ്പോഴാണ് വരുന്നത്? ഈ ചോദ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പല ആൾക്കാരും വരുന്നത് എന്താ, ലോൺ എടുക്കുന്ന ആവശ്യം വരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഈ ഫീൽഡിൽ യാതൊരുവിധ പരിചയമില്ലാത്ത ഒരാളായിരിക്കും വരുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് പ്രവാസികളാണ് അതിനകത്ത് പെടുന്നത് കേട്ടോ. ഞാൻ ആ പ്രവാസികളാണ് പെടുന്നത്. അല്ലെങ്കിൽ വേണ്ട കുറച്ച് കാശ് ബിസിനസ് ചെയ്ത് എങ്ങനെയോ കുറച്ച് പൈസ കിട്ടി വന്ന് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെയായിരിക്കും, ഒരാളുടെ അടുത്ത് കാശുണ്ടാവും, ഒരാളുടെ അടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അവർ ബിസിനസ് ചെയ്യാൻ വരുന്നു, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും, കാശുള്ളവന് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ഉള്ളവന് നല്ല കാശായിട്ടുണ്ടാവും. ഇതാണ് സംഭവം. ഞാനിതൊരു ജോക്കിനോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ലോൺ എടുക്കാൻ വരുമ്പോൾ ആദ്യം തന്നെ പ്രൊജക്റ്റ് നന്നായിട്ട് പഠിക്കണം. ഞാൻ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒന്നും പഠിക്കില്ല. പ്രൊജക്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മെഷീനെ ഒരു സപ്ലയറെ പോയി കാണുന്നു, അല്ലെങ്കിൽ ഏകദേശം ഒരു ഇതൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി എങ്ങനെയും പ്രൊജക്റ്റ് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് വരുന്നത്. സത്യത്തിൽ ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ വരുമ്പോൾ ഇന്നും കൂടി ഞാൻ ഓഫീസിൽ സംസാരിച്ചുള്ളൂ. അവരുടെ ബിൽഡിങ്ങിന് അവർ 9.5 കോടിയാണ് അവർ ഫാക്ടറിക്ക് 9.5 കോടി ബിൽഡിങ്. അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒഴിവായിക്കൂടെ ബിൽഡിങ്ങിന്. അപ്പോൾ അവർ സംസാരിച്ചിട്ട് ഓഫീസ്, ഈ പലപ്പോഴും പറ്റുന്ന ബിസിനസ്സുകാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, വലിയ ഫാക്ടറി ബിൽഡിങ്ങിനും വലിയൊരു ഓഫീസാണ് പണിയും. ആവശ്യമില്ല അതിന്. നമുക്ക് വളർന്നു കഴിഞ്ഞിട്ട് സർപ്ലസ് ക്യാഷായി കഴിഞ്ഞ് കഴിയുമ്പോൾ എടുക്കേണ്ട സാധനമാണ് ഈ ഓഫീസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പണിയേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഭയങ്കരമായ ഓഫീസ് ബിൽഡിംഗ് പണിത് ഒരുപാട് സ്റ്റാഫുകളോട് വയ്ക്കും ആവശ്യമില്ലാതെ. നമ്മുടെ എന്താണോ നമ്മളെ വളർച്ച, നമ്മുടെ ക്യാഷ് ഫ്ലോ എന്താണോ അതിനനുസരിച്ചാണ് സ്റ്റാഫിന് വയ്ക്കേണ്ടത്. വലിയ ഓഫീസ് ചിലപ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നു, ഭീമമായ വാടക കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ് പരാജയപ്പെടും. അപ്പോൾ ഒരു ആൾ ലോൺ എടുക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ ഏതൊക്കെ കമ്പോണൻറ്റിന് ഏറ്റവും ഓപ്റ്റിമം ലെവലിൽ ലോൺ എടുക്കണമെന്ന് ആൾ ചിന്തിക്കണം. ഇപ്പം മിഷനറിയുടെ ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാക്സിമം ഇയാളുടെ കയ്യിൽ എന്തുണ്ട്. ഇപ്പോൾ ഒരു ലോൺ എടുക്കാൻ വരുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, ബാങ്ക് 100% ഫണ്ട് തരില്ലല്ലോ. ഏറ്റക്കുറച്ചിലുണ്ട്. ചില ബാങ്കുകൾ ചിലപ്പോൾ ഒരു പക്ഷേ 20% തരും, 20% പ്രൊമോട്ടർ കൊണ്ടുവരാൻ പറയും, അല്ലെങ്കിൽ 30% കൊണ്ടുവരാൻ പറയും, ബാക്കി പൈസ ബാങ്ക് തരും. ചിലപ്പോൾ ഒരു പക്ഷേ ആ ബാങ്ക് തന്നെ കൊടുക്കുന്നത് 10 വർഷത്തേക്കായിരിക്കാം. ചില ലോണുകൾ 15 വർഷത്തേക്ക് കൊടുക്കും, ചില ലോണുകൾ 20 വർഷത്തേക്ക് കൊടുക്കും. അപ്പോൾ ഇവൻ്റെ അതായത് ഈ പ്രൊമോട്ടറുടെ ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടാവുമെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ തിരിച്ചടവ്, ഇപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കണമല്ലോ, അത് തിരിച്ചടവ് ഇത്ര EMI വന്നാലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഇവ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ലോൺ എടുക്കണം. അല്ലാതെ നമ്മൾ പോയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അന്ത്യം ഉടൻ തന്നെ കുറിക്കപ്പെടും. അല്ല, പണ്ട് ഞങ്ങൾ വളരെ വർഷം മുമ്പ് സാറുമായിട്ട് നമ്മൾ ഓഫീസിന് വേണ്ടി ഒരു ലോൺ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങൾ ഓഫീസിന് വേണ്ടിയല്ല ലോൺ എടുക്കണം, നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഒരു സർപ്ലസ് ഉണ്ടായിട്ട് നിങ്ങൾ ഓഫീസിലേക്ക് സ്പെൻഡ് ചെയ്യാമെന്നാണ് അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ. നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ അത് കുറച്ച് ലോൺ ഓഫീസ് നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് വലിയ കോർപ്പറേറ്റ് ലെവൽ ഓഫീസ് വേണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വേണം, നമുക്ക് വലിയ വില കൂടിയ വണ്ടി വേണം, ഇതൊക്കെ എല്ലാം വേണം, നമുക്ക് ആഗ്രഹം. പക്ഷെ നമ്മൾ അത് നമ്മളുടെ അടുത്ത് ഇല്ലാത്ത പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആരെയും കാണിക്കാനൊന്നുമില്ല. ഇതൊന്നും ഒരാളും ഇപ്പോൾ എല്ലാവരും മാറ്റി പറയും. ആദ്യം വാങ്ങുമ്പോൾ പറയും അവൻ പുലിയാണെന്ന് പറയും, കുറേ കഴിയുമ്പോൾ അവൻ വലിയാന്ന് പറയും. മനസ്സിലായി? ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന്, ഇപ്പോൾ സുജീഷ്, ഇവിടുത്തെ ഏതൊരു ആളും ബിസിനസ്സുകാരനായിക്കോട്ടെ, ആരും ബിസിനസ് തുടങ്ങുന്ന ഒരാളായിക്കോട്ടെ, നമ്മളൊരു ബിസിനസ്സുകാരൻ ഒരു അനിമലിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ആരാവണമെന്നാണ് നമ്മൾക്ക് ആഗ്രഹിക്കുക. സുജീഷ് പറയാം, നമുക്ക് കുറേ ആൾക്കാരുണ്ടല്ലോ, അനിമൽസ് ഉണ്ടല്ലോ, അതിനകത്ത് ഏത് അനിമലായിട്ടായിരിക്കും സുജീഷിന് ഞാൻ ഇന്നതായിരിക്കണം എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും സിംഹം ആകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സിംഹമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഹം എന്ന് പറഞ്ഞാൽ ആൺസിംഹമായിരിക്കണം. കാരണം ഇര തേടി പെൺസിംഹം കൊടുക്കുന്നു, ആൺസിംഹം സുഖമായിട്ട് ഇരിക്കുന്നു. ചില ആൺസിംഹം ഡെലിഗേറ്റ് ചെയ്തേക്കാം അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ, കൺട്രോളുണ്ട്, എല്ലാ കാട്ടിലെ രാജാവായിട്ട് നടക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു എൻ്റർപ്രണറുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് അനിമലിൻ്റെ ഒരു
പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ പട്ടിപ്പണി എന്ന് തന്നെയാണ് പലരും പറയാറ്. പട്ടിപ്പണി, അതായത് ശരിയാണ്, പട്ടിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അവൻ എല്ലാവരോടും മറ്റേ കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ ആ സ്ഥാപനത്തെ കാക്കുന്നുമുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ കിടന്ന് കുറയ്ക്കുന്നു, ഓടുന്നു, ചാടുന്നു, ആരെങ്കിലും പേടിപ്പിച്ചാൽ ഓടുന്നു, കല്ലെടുത്ത് കാണിച്ചാൽ ഓടുന്നു. ഇതാണ് യഥാർത്ഥത്തിലൊരു ബിസിനസ്സുകാരനെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം തുടങ്ങി അവൻ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമാണ്. ഡെലിഗേറ്റ് ചെയ്ത് എല്ലാം ഇപ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഒന്നും സ്റ്റാഫിനെ ഏൽപ്പിക്കില്ല. സ്റ്റാഫ് ഇരുന്നാൽ എല്ലാം തകർന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ എലോൺ മസ്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അംബാനി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വളരാൻ ഉദ്ദേശിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഡെലിഗേഷനെ പറ്റി ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഡെലിഗേഷനെ പറ്റി പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ലോൺ എടുക്കേണ്ടത്, സുരേഷ് ചോദിച്ചത് ലോൺ എടുക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്, എപ്പോഴാണ്, എന്തിനു വേണ്ടിയാണ്, എപ്പോഴാണെന്നാണ് സുരേഷിനോട് ചോദിച്ചത്. പലപ്പോഴും ഈ ബിസിനസ് തുടങ്ങുന്ന ആൾ, ഇപ്പോൾ ഞാൻ ഒരു ആൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ബിസിനസ്സിലേക്ക് ചാടുകയാണ്. ചാടി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കുറേ പരസ്യങ്ങൾ കൊടുത്ത് ചെയ്യുവാണ്. ഇതിനൊരു ഇവല്യൂഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു താളമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കറിപ്പൊടി കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഞാൻ പറയും ആദ്യം തന്നെ അവൻ കറിപ്പൊടി കമ്പനിയിലെ ഒരു സെയിൽസ്മാനായിട്ട് പോകണം. അത് കഴിഞ്ഞാൽ ഇവൻ ഏതെങ്കിലും കറിപ്പൊടി കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തോ പയ്യെ മാർക്കറ്റിൽ ഒരു ചെറിയ പ്രസൻസ് ആരംഭിച്ചതിന് ശേഷം ഇവൻ്റെ ഒരു ബ്രാൻഡിൽ വേറെ കമ്പനിയിൽ നിന്ന് കറിപ്പൊടി അടിച്ച് വാങ്ങണം. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും കറിപ്പൊടി കമ്പനി ഫാക്ടറീസ് വാടകയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് എടുത്ത് നടത്തണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിലാണ് ഒരു സ്വന്തമായിട്ടൊരു ഫാക്ടറി ഇടാൻ പറ്റി ആലോചിക്കാവൂ. ഈ ഫാക്ടറി ഇടുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ചിലവും അതിനകത്ത് കൊണ്ടുവരരുത്. അതിന് പകരം ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഞാൻ പറയാം, ഇവിടെ കേരളത്തിലുണ്ടായ ഒരു കമ്പനിയാണ് കൗള എന്ന് പറഞ്ഞിട്ട്. ഏതോ ഒരു പാവപ്പെട്ട പ്രവാസിയാണത് വിദേശത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആരുടെയൊക്കെയോ വാക്കിയിട്ട് ഇനി എനിക്ക് തോന്നുന്നു അവിടെ തന്നെ വിദേശ രാജ്യത്തും അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു പക്ഷേ അതേ ബിസിനസ് തന്നെ ആയിരുന്നുണ്ടാവും. കോടികൾ പരസ്യത്തിന് മുടക്കി ഇവിടെ വന്ന് ഒരു കമ്പനി വിലയ്ക്ക് വാങ്ങി ദേ പോയി എന്നുള്ള രീതിയിലായിപ്പോയി സംഭവം. എത്രയോ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം കുറേ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ബാങ്ക് പ്രോബ്ലത്തിലായി, എല്ലാം വിറ്റ് പോകേണ്ടി വന്നു. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ പോയി ലോൺ എടുക്കാൻ ഒരാളും മുതിരരുത്.